അതിലിപ്പോൾ നിങ്ങൾ അത് വെച്ചാൽ അത് ഈരാവും അങ്ങനത്തെ ടെക്നോളജി നോക്കുന്നത്. മെയിൻ ഗോൾ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് അല്ല. ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് മഞ്ഞൾ, ആ മഞ്ഞളിൽ കിട്ടും അത് ക്യാൻസറിന് ഗുണം കിട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ളത്. എൻ്റെ ബ്രദറിലോ അതിൽ PhD ക്യാൻസർ ആൾ അത് അയാൾ ഓക്കെ സമ്മതിച്ചു, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ആയുർവേദത്തിൽ അങ്ങനെ ഒരു രീതിയിൽ കണ്ടുപിടിക്കാൻ എളുപ്പമുള്ള കാര്യമാണ്. കാരണം ഇതിൻ്റെ രോഗത്തിന് ഇങ്ങനെ മരുന്നെന്നുള്ള കാര്യമില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ പിന്നെ അതിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ഏതാണ്? ഒരു 3000-4000 ഒക്കെ ഉണ്ട് ആക്റ്റീവ്. അപ്പം അതിൽ അത് ആ വഴിക്കല്ല ചിന്തിക്കുന്നത്. മേ ബി ഇപ്പോഴത്തെ സയന്റിഫിക് എഫക്റ്റ്, ഈ ആയുർവേദത്തിന്റെ എഫക്റ്റ് കണ്ടുപിടിക്കാൻ അത്രത്തോളം സയന്റിഫിക് ആയിട്ടില്ല എന്ന് ഈ പറഞ്ഞ കാര്യം ഷുഗറും ഇതാണെന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷെ അതിലും ഡീപ്പറാണ് ആയുർവേദത്തിന്റെ ആ കൺസെപ്റ്റ്. കാരണം ഓവർ ഇതിപ്പോ ഇന്നലെ ഇന്നുണ്ടായ സാധനം. ഈ ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കൊല്ലം മുമ്പ് കുറുന്തോട്ടിക്ക് എന്താണ് ഗുണം വെച്ചതെന്ന് പറയുന്നത് മാറിക്കൊണ്ട്